അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ക്യാൻസറിൻ്റെ വേദന അനുഭവിക്കുന്ന അനേകായിരം മനുഷ്യർക്കിടയിലൂടെയാണ് നാം എല്ലാവിധ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസറിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു രോഗിയുടെ അരികത്ത് അല്പസമയം നമ്മൾ ഇരിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ വലുപ്പം നമുക്ക് ബോധ്യപ്പെടുമെന്ന് മാത്രമല്ല, അത്തരം മനുഷ്യരുടെ വേദന അകറ്റുന്നതിന് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് മനുഷ്യത്വമുണ്ടെങ്കിൽ ഉയരുമെന്നത് തീർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാവട്ടെ, കോഴിക്കോട് മാവൂർ MVRലാവട്ടെ, നമുക്ക് പരിചയമുള്ള ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയുള്ള ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ കടന്നു ചെന്നാലും അവിടെ നാം കാണുന്നത് വൃദ്ധരെ മാത്രമല്ല, ചെറിയ മക്കൾ മുതൽ മധ്യവയസ്കരും യുവാക്കളും സ്ത്രീകളും അങ്ങനെ എല്ലാ പ്രായത്തിലുമുള്ള മനുഷ്യരിന്ന് വേദന തിന്ന് അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കരുണയുടെ ഒരു ഇറ്റ് അവർക്ക് വേണ്ടി ജീവിതം കൊണ്ട് നൽകാൻ നമുക്ക് സാധിക്കണം. പുളിക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 6-7 വർഷങ്ങളായി വ്യത്യസ്തമായ മേഖലകളിൽ അതിൻ്റെ പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഷെൽട്ടറിൻ്റെ ക്യാൻസർ കെയർ എന്ന് പറയുന്ന പദ്ധതി. കഴിഞ്ഞ 1, 2, 3 വർഷങ്ങൾ കൊണ്ട് 500ഓളം രോഗികൾക്കാണ് ഇപ്പോൾ ഷെൽട്ടർ ഇന്ത്യക്ക് കീഴിൽ ആശ്വാസം നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്രയോ അപ്ലിക്കേഷൻ ഫോമുകൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ക്യാൻസർ എന്ന് പറയുന്നത് ആർക്കോ എവിടെയോ വരുന്ന ഒന്ന് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിനകത്തും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം, നമ്മൾ അറിഞ്ഞിട്ടില്ല. പടച്ചതമ്പുരാൻ നമ്മയൊക്കെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഇതുപോലെയുള്ള വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണമാണ് ഷെൽട്ടർ ഇന്ത്യ ക്യാൻസർ കെയറിലൂടെ നൽകാറുള്ളത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ഷെൽട്ടർ ഇന്ത്യയുടെ ഇത്തരം പദ്ധതികളുമായി സഹകരിക്കണമെന്ന് സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.